നമസ്കാരം. ഇറാൻ യുദ്ധത്തിനിറങ്ങി പണ്ടാരടങ്ങിയിരിക്കുകയാണ് ട്രംപും US എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, നാട്ടുകാർക്കെല്ലാം അറിയാം. എന്നാലും ചില ആളുകൾക്ക് ട്രംപിൻ്റെ പരാജയ സമാനമായ ഈ ദയനീയ അവസ്ഥ അംഗീകരിക്കാൻ ചില ബുദ്ധിമുട്ടുണ്ടാവും. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മാതിരി ഹീറോ ആയിരുന്നല്ലോ ട്രംപ്. അമേരിക്കയിലാണെങ്കിലോ അമേരിക്കൻ ജനതയ്ക്ക് ആ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മുഴുവൻ അന്തസ്സിനെയും ഇടിച്ച് താഴ്ത്തുന്ന മട്ടിലേക്ക് അമേരിക്ക എത്തിച്ച ഒരു നേതാവായി. കാരണം ഇറാനെ പോലൊരു രാജ്യം, ആണവായുധം പോലും ഇല്ലാത്തൊരു രാജ്യത്തിനെതിരെ യുദ്ധത്തിനിറങ്ങിയിട്ട് ഗതികെട്ട അവസ്ഥയിൽ മടങ്ങേണ്ടി വരുന്ന അവസ്ഥ. അവിടെ ആഭ്യന്തരമായി തെരഞ്ഞെടുപ്പ് ആസന്നായിരിക്കുന്ന ഘട്ടത്തിൽ ട്രംപിന് അവിടെ വലിയ തിരിച്ചടി നേരിടും. അത് കഴിഞ്ഞ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരാനുണ്ട്. ആ ഘട്ടത്തിൽ ഉണ്ടാകാവുന്ന അവസ്ഥയൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ തോറ്റു മടങ്ങുന്ന ഒരു ആളായിട്ട് നിൽക്കുകയാണ് ട്രംപ്. ഈ ഘട്ടത്തിൽ ഇതിനെ അതിജീവിക്കാൻ എന്താണ് മാർഗം? അങ്ങനെയാണ് എക്കണോമിക് ഡേ ട്രംപ് പ്രഖ്യാപിക്കുന്നത്, എക്കണോമിക് ഡിസിഷൻ ഡേ പ്രഖ്യാപിക്കുന്നത്. സാമ്പത്തിക യുദ്ധം ആരംഭിക്കുകയാണ് ഇറാനെതിരെ. അതായത് നിലവിൽ ദശകങ്ങളായി തുടരുന്ന ഉപരോധം ഉണ്ട്. അതുകൂടാതെ സമ്പൂർണ്ണമായ ഉപരോധം ഏർപ്പെടുത്തുന്ന വളരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഉപരോധത്തിലേക്ക് ക്യൂബയൊക്കെ കൊണ്ടുപോയി ഇപ്പം നടപ്പാക്കുന്നത് മട്ടിലുള്ള ഒരു ഉപരോധത്തിലേക്ക് ഇറാനെ എത്തിക്കാനുള്ള ഒരു നീക്കം. എന്താണ് എക്കണോമിക് ഡിസിഷൻ ഡേ? എന്താണ് അമേരിക്ക ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണ് ലോകം ഇതിനെ നേരിടാൻ പോകുന്നത്? ആ ഘട്ടത്തിലും അമേരിക്കയ്ക്ക് അടുത്തൊരു തോൽവിക്കുള്ള വകുപ്പ് അവിടെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ചൈന രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശത്തിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കടന്നു പോകുന്നത്. നേരിട്ടുള്ള യുദ്ധത്തിന് തൽക്കാലം ഇനി ഇറങ്ങില്ലെന്ന സൂചന നൽകിക്കൊണ്ടാണ് US സാമ്പത്തിക ഉപരോധത്തിലൂടെ ഇറാനെ വരിഞ്ഞു മുറുക്കാൻ തീരുമാനിച്ചത്. ബോംബിട്ടും വെടിവെച്ചും സൈന്യത്തെ ഉപയോഗിച്ചും ഇനി ജയിക്കാനാവില്ല എന്ന ബോധ്യത്തിൻ്റെ തുടർച്ചയാണ് ഈ പ്രഖ്യാപനത്തിൽ കാണാൻ കഴിയുന്നത്. കരാറിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടും ആക്രമണത്തിന് പോലും മുതിരുന്നില്ല. നെതന്യാഹു ആണെങ്കിലും മൂപ്പരെ ഇതിലേക്ക് ട്രംപിനെ തള്ളിവിട്ടിട്ട് എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ഈ സാഹചര്യത്തിൽ ഇറാനെ തകർക്കാൻ മുൻകാലത്ത് ചെയ്തു വരുന്ന ഉപരോധത്തിൻ്റെ പീക്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഓഗസ്റ്റ് 24-ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് കടുത്ത ഉപരോധത്തിൻ്റെ വിശദാംശങ്ങൾ പ്രഖ്യാപിക്കും. ഏറ്റവും ഒടുവിൽ ട്രംപ് ഇറാനെതിരെ എക്കണോമിക് ഡേ എന്ന പ്രഖ്യാപനത്തിലൂടെ സാമ്പത്തിക നീക്കത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചതിലൂടെ ലോകമാകെ ആകാംക്ഷയോടെ, കുറച്ച് ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ്. എക്കണോമിക് ഡിസിഷൻ ഡേ അഭൂതപൂർവമായ സാമ്പത്തിക യുദ്ധവും ഒറ്റപ്പെടുത്തലും, ഇതാണ് പ്രഖ്യാപനം. ഇറാനെതിരായ സാമ്പത്തിക യുദ്ധത്തിൻ്റെ ആരംഭം കുറിക്കുന്ന ദിവസം എന്നാണ് അതിനെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിലൊക്കെ സമാനമായ ചില പ്രയോഗങ്ങളൊക്കെ ചരിത്രത്തിൽ ഉണ്ട്. നമ്മളതിലേക്ക് പോകുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാനുമായി നേരിട്ടിടപെടുന്ന രാജ്യങ്ങളെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമിടുകയാണ്. ട്രംപിൻ്റെ പ്രഖ്യാപനത്തിൽ ഉപരോധം ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതിനെക്കുറിച്ച് നൽകിയ സൂചനകളുണ്ട്. അത് ഇങ്ങനെയാണ്: ഇറാനെ സഹായിക്കുന്ന ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കമ്പനികൾ, വിമാനത്താവളങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, എണ്ണക്കടത്ത് ശൃംഖലകൾ, ക്യാഷ് ട്രാൻസ്ഫറുകൾ, സംവിധാനങ്ങൾ, എക്സ്ചേഞ്ച് ഹൗസുകൾ, കപ്പൽ രജിസ്ട്രേഷൻ സംവിധാനങ്ങൾ, ഇറാന് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്പനികൾ, ഇവയ്ക്കൊക്കെ എതിരെ നടപടി ഉണ്ടാവും. അതായത് നിലവിലെ ഉപരോധം നമ്മുടെ മുമ്പിലുണ്ട്. ഇറാനെതിരായ നടപടി, ഉപരോധം കുറേ കാലമായിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ചയായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. എന്നിട്ടും അവർ ആണവായുധം ഉണ്ടാക്കുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തിയെന്നാണ് ഒടുവിലുണ്ടായത്. അപ്പോൾ ഉപരോധം എവിടെ ഏശിയില്ല. പിന്നീടാണ് യുദ്ധം വരുന്നത്. യുദ്ധവും കട്ടപ്പോകയാണ്, ട്രംപിനെ തന്നെ കുരുക്കിലാക്കി. ഇനി ചെയ്യാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇറാനെ ബന്ധപ്പെടുന്ന കണ്ണികളെ മുറിക്കുക എന്നുള്ളതാണ്. അതായത് ഇറാന് വരുമാനം ഉണ്ടാക്കാനിടയുള്ള സകല രാജ്യങ്ങൾക്കുമെതിരെയും ഉപരോധം ഉണ്ടാക്കുക. അതായത് എൻ്റെ അയൽവാസി എൻ്റെ ശത്രുവാണെങ്കിൽ ആ അയൽവാസിയെ ഒറ്റപ്പെടുത്താൻ അയൽവാസിയുമായി ബന്ധപ്പെടുന്ന സകലരെയും ശത്രുവായി പ്രഖ്യാപിക്കുക. അപ്പം ഞാൻ ഭയങ്കരനാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് അവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ആളുകൾ പേടിക്കുമല്ലോ, അങ്ങനെ പിന്മാറും എന്നുള്ളതാണ് അമേരിക്കയുടെ സ്ഥിതി. ഇറാനുമായി വ്യാപാരം നടത്തിയാൽ ഇറാനെ മാത്രമല്ല നിങ്ങളെയും ശിക്ഷിക്കും എന്നാണ് ഈ സമ്മർദ്ദ തന്ത്രത്തിൻ്റെ പ്രഖ്യാപനം. ഏറ്റവും അപകടകരമായ ഭാഗം സെക്കൻഡറി സാങ്ഷൻസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഇതാണ് പുതിയ നീക്കത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഇറാനെതിരെ നേരിട്ടുള്ള ഉപരോധം അമേരിക്ക വർഷങ്ങളായി ഏർപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇറാനുമായി വ്യാപാരം തുടരുന്ന മൂന്നാം രാജ്യങ്ങളെയും കമ്പനികളെയും അമേരിക്കൻ സാമ്പത്തിക സംവിധാനത്തിൽ നിന്ന് പുറത്താക്കുന്ന തരത്തിലുള്ള സെക്കൻഡറി സാങ്ഷൻസ് ശക്തമാക്കാനാണ് നീക്കം. ഇറാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുക, ക്യൂബയിൽ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ തന്ത്രം. അതുകൊണ്ട് ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളെ ഏറ്റവും ആദ്യം ബാധിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനം. പ്രത്യേകിച്ച് ചൈന ഇറാൻ്റെ എണ്ണയുടെ 80% വാങ്ങുന്ന രാജ്യമാണ്. അതുകൊണ്ട് ചൈനീസ് കമ്പനികൾക്കും ബാങ്കുകൾക്കുമെതിരെ ഇമാതിരി ഉപരോധം വന്നാൽ, അതായത് അമേരിക്കയുമായി ബന്ധമുണ്ടാവില്ലോ, അങ്ങനെ ഉപരോധം വന്നാൽ ഇറാൻ്റെ പ്രധാന വിദേശ വരുമാന മാർഗങ്ങളെ ബാധിക്കും. ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ ഏകോപിത സാമ്പത്തിക ഒറ്റപ്പെടുത്തലിലേക്കാണ് കടക്കുന്നതെന്നാണ് വിശേഷിപ്പിച്ചത്. അമേരിക്കയുടെ സന്ദേശം സുഹൃത്തുക്കളോടും എതിരാളികളോടും ഒരുപോലെയാണ്. ഇറാനെ സാമ്പത്തികമായി
സാമ്പത്തികമായി സഹായിക്കുന്ന സംവിധാനങ്ങളിൽ നിന്നും പിന്മാറുക. ചൈനയോടും ഇതേ നിലപാട് അമേരിക്ക സ്വീകരിച്ചു. ചൈന ഈ പരിപാടിയിൽ സഹകരിക്കണമെന്നാണ് ബെസന്റ് ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ടാണ് US-ന്റെ ഈ അസാധാരണ നീക്കം? നേരിട്ടുള്ള സൈനിക നീക്കങ്ങൾ പാളിയതോടെ 3 കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഇപ്പോഴത്തെ തീരുമാനത്തിലേക്ക് നയിച്ചതായിട്ട്. ഒന്ന്, സൈനിക സമ്മർദ്ദത്തിന്റെ പരിധി. ഏകദേശം 6 മാസമായി തുടരുന്ന ഇറാൻ-US സംഘർഷത്തിൽ സൈനിക നടപടി എങ്ങും എത്തിയില്ല. വിജയിച്ചില്ലെങ്കിലും പരാജയ സമാന അവസ്ഥയാണ് US-ന്. സാമ്പത്തിക യുദ്ധം പുതിയ പദ്ധതി പ്രകാരം ഇറാനെ തകർക്കാൻ പോകുന്നതാണ്. നടപ്പാക്കാൻ കഴിയുമെങ്കിൽ ബെസന്റിൻ്റെ തന്നെ വാദം, ശക്തമായ സാമ്പത്തിക സമ്മർദ്ദം തുടർന്നാൽ പുതിയ സൈനിക യുദ്ധത്തിൻ്റെ ആവശ്യമേ ഇല്ല എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നതാണ്. 2, ഹോർമുസ്. ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ആയുധങ്ങളിലൊന്ന് ഹോർമുസ് കടലിടുക്കാണ്. അപ്പോൾ അത് വഴിയുള്ള എണ്ണ ഗതാഗതം തടസ്സപ്പെട്ടതോടെ ഇറാൻ്റെ എണ്ണ കയറ്റുമതി കുറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇറാൻ്റെ നിബന്ധനകൾ സ്വീകരിക്കുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തി അതുവഴി ഇറാനിലേക്കുള്ള വരുമാനം തടയുക. ഹോർമുസിൽ US-ന് ആധിപത്യം ഉറപ്പിക്കാൻ സൈനിക നീക്കത്തിലൂടെ കഴിയാത്ത സാഹചര്യത്തിൽ ട്രംപിൻ്റെ ബടായികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുവഴി എണ്ണ നീക്കം നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള വരുമാനവും തടയുക. അങ്ങനെ സുഹൃദ് രാജ്യങ്ങളിൽ നിന്ന് കൂടി ഇറാൻ ഒറ്റപ്പെടുത്തുക. റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2025 ശരാശരി ഏകദേശം 14 ലക്ഷം ബാരൽ പ്രതിദിനമായിരുന്ന ഇറാന്റെ എണ്ണ കയറ്റുമതി ഓഗസ്റ്റിൽ 5.34 ലക്ഷം ബാരലായി താഴ്ന്നു. ഉപരോധം കൂടി വരുന്നതോടെ പല രാജ്യങ്ങളും ഉപേക്ഷിക്കും, നിലവിലെ സൗകര്യം പ്രയോജനപ്പെടുത്താതെ ഹോർമൂസിന് ഉപേക്ഷിക്കുമെന്നാണ് US-ന്റെ പ്രതീക്ഷ. നടക്കുമെന്നുള്ളത് വേറെ. ഇനി മൂന്നാമത്തേത്, ഇറാന്റെ വിദേശ നാണയ വരുമാനം തകർക്കുക. എണ്ണയാണ് ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രധാന ഉറവിടം, വിദേശ നാണയ ഉറവിടം. അതുകൊണ്ട് എണ്ണ വിൽപ്പന, ബാങ്കിങ്, കപ്പൽ ഗതാഗതം, ഇൻഷുറൻസ്, പണമിടപാട് ഇവ ഒരുമിച്ച് തടയുക. അപ്പോൾ അതിന് ഇടയാക്കുന്ന മറ്റൊരു കക്ഷി ഉണ്ടാവില്ലേ, മൂന്നാം കക്ഷി, അവരെ ഉപരോധത്തിലാക്കും. അങ്ങനെ അവരും തടയും. അങ്ങനെ തടഞ്ഞാൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയിൽ ആഘാതം ഉണ്ടാകും എന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. നിലവിൽ ദശകങ്ങളായി ഇറാനെതിരെ US ഉപരോധം ഉണ്ട്. US യുദ്ധം ആരംഭിച്ചതിന് ശേഷം അത് ശക്തിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അതൊന്നും വിജയിച്ചില്ല. ഭരണമാറ്റം എന്ന യുദ്ധലക്ഷ്യവും ചീറ്റിപ്പോയി. ഈ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. ഇറാൻ പക്ഷേ വഴങ്ങുകയില്ല. കാരണം ഇറാൻ ഇനി എന്ത് നഷ്ടപ്പെടാനാണ്? വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ട്രംപിൻ്റെ ഉപരോധ പ്രഖ്യാപനം അമേരിക്കയുടെ സ്വന്തം സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണെന്നാണ് ആരോപിച്ചത്. ഇറാനെതിരായ സാമ്പത്തിക സമ്മർദ്ദം സാമ്പത്തിക ഭീകരവാദം ആണ് എന്നും ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും രാജ്യങ്ങളുടെ പരമാധികാരത്തിനും ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുടെ പരാജയപ്പെട്ട സമ്മർദ്ദ നയം കൂടുതൽ ശക്തമാക്കുന്നത് ഇറാനുമായുള്ള ശത്രുത മാത്രമേ വർദ്ധിപ്പിക്കൂ എന്ന് അരാക്ചി വിശദീകരിച്ചു. അമേരിക്കയുടെ സാമ്പത്തിക നടപടികൾ ആഗോള സമ്പദ് വ്യവസ്ഥയും രാജ്യങ്ങളുടെ പരമാധികാരത്തെയും ബാധിക്കും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പാർലമെന്റ് സ്പീക്കറും ഇറാന്റെ പ്രധാന പ്രതിനിധിയുമായ മുഹമ്മദ് ബാഖർ ഖാലിബാഫ് ഇറാൻ പുതിയ ഉപരോധങ്ങളെ നേരിടാൻ ആഭ്യന്തര സാമ്പത്തിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ഡോളറിനെ ആശ്രയിക്കുന്നത് കുറച്ച് പ്രാദേശിക കറൻസികളിൽ വ്യാപാരം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതായത് ഇറാൻ ഇതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഈ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അപ്പോൾ ഇറാൻ പ്രാദേശികമായി ശക്തിപ്പെട്ട് ഇത്തരത്തിൽ ഒറ്റപ്പെടുത്തൽ പ്രാക്ടിക്കലായാൽ തന്നെ അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ ആരാഞ്ഞു തുടങ്ങി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം, US-ന്റെ ഈ പ്രഖ്യാപനം മുന്നോട്ട് വന്ന് കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ ചൈന നിലപാട് വ്യക്തമാക്കിയതാണ്. US-ന്റെ സകല പ്രതീക്ഷകൾക്കും അവസാനത്തെ ആണിയടിക്കുന്ന നിലപാടാണ് ചൈനയുടേത്. ഇറാനെതിരായ അമേരിക്കൻ സമ്മർദ്ദം ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ വാഷിംഗ്ടന്റെ ഉപരോധ നയത്തെ പരസ്യമായി തന്നെ അവർ എതിർത്തു. US-ന് അത് വലിയ തിരിച്ചടി ഉണ്ടാക്കി. നിലവിലെ ഉപരോധത്തിൽ ഏറ്റവും പ്രധാന ഇരയാകുമെന്ന് അമേരിക്ക കരുതുന്നത് ചൈനയും ഇന്ത്യയുമാണ്, പിന്നെ റഷ്യയുമുണ്ട്. അതിൽ ചൈന അമേരിക്കക്കൊപ്പം നിൽക്കണം എന്ന അഭ്യർത്ഥനയും അവർ നടത്തിയിരിക്കെ ചൈന അത് തള്ളിക്കളഞ്ഞത് വലിയ തിരിച്ചടിയായി. അമേരിക്ക ഇറാനെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്ന കടുത്ത സാമ്പത്തിക നടപടികൾ സംഘർഷം പരിഹരിക്കില്ലെന്നും സൈനിക ശക്തിയും ഉപരോധവും സമ്മർദ്ദതന്ത്രങ്ങളും കൂടുതൽ പ്രശ്നം രൂക്ഷമാക്കും എന്നുമാണ് ചൈനയുടെ നിലപാട്. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ ബീജിംഗിൽ വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ നിലപാട് പറഞ്ഞു. അമേരിക്ക പ്രഖ്യാപിച്ച സാമ്പത്തിക യുദ്ധം പ്രശ്നത്തെ സങ്കീർണമാക്കും. ഉപരോധങ്ങളും സമ്മർദ്ദതന്ത്രങ്ങളും പരിഹാരമല്ല. തർക്കങ്ങൾ രാഷ്ട്രീയ നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണം. എല്ലാ കക്ഷികളും ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കണം. സൈനിക നടപടി, ഉപരോധം, സമ്മർദ്ദം എന്നിവ മുന്നോട്ട് കൊണ്ടുവെക്കുന്നത് UN നിലപാടുകൾക്ക് വിരുദ്ധമാണ്. അത് ആരുടെയും താല്പര്യത്തിന് അനുയോജ്യമല്ല. യുണൈറ്റഡ് നേഷൻസിന്റെ നിയമങ്ങൾ മറികടന്ന് ഒരു രാജ്യത്തിനെതിരെ സാമ്പത്തിക ഭീകരവാദം നടത്തുകയാണെന്ന നിലപാട് ചൈന ആവർത്തിക്കുന്നു. UN സുരക്ഷാ സമിതിയുടെ അനുമതിയില്ലാതെ ഏകപക്ഷീയ ഉപരോധങ്ങൾ നടത്തിയാൽ ചൈന അതിനെതിരെ പരസ്യമായി തന്നെ രംഗത്ത് വരും. അതായത് അമേരിക്ക സ്വന്തം സാമ്പത്തിക ശക്തി ഉപയോഗിച്ച് മറ്റ് രാജ്യങ്ങളെയും ഇറാനുമായുള്ള വ്യാപാരം അവസാനിപ്പിക്കാൻ നിർബന്ധിക്കുന്നത് അംഗീകരിക്കുന്നില്ല എന്ന്. ചൈന ഇറാന്റെ പ്രധാന സാമ്പത്തിക പങ്കാളികളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് ഇറാന്റെ എണ്ണ കയറ്റുമതിയിൽ ചൈനയ്ക്ക് വലിയ പങ്കുണ്ട്. അമേരിക്ക ഇറാന്റെ എണ്ണ വരുമാനം തടയാൻ ശ്രമിക്കുമ്പോൾ ചൈനയാണ് ഇറാന്റെ എണ്ണയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിപണികളിൽ ഒന്ന്. പുതിയ അമേരിക്കൻ ഉപരോധങ്ങൾ ഇറാനുമായുള്ള എണ്ണ വ്യാപാരത്തെയും ചൈനീസ് കമ്പനികളെയും ബാധിക്കും. ഇതിനകം തന്നെ അമേരിക്കൻ ഉപരോധവും നാവിക ഉപരോധവും കാരണം ഇറാന്റെ എണ്ണ കയറ്റുമതിയിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്.
ചൈനീസ് റിഫൈനറികൾക്ക് ഇറാൻ എണ്ണയുടെ ലഭ്യത കുറഞ്ഞതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ചൈനയുടെ നിലപാട് വെറും നയതന്ത്ര പ്രസ്താവന മാത്രമല്ല, ഇറാന്റെ സാമ്പത്തിക അതിജീവനവുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ആ ഉപരോധം നേരിടേണ്ടി വന്നാലും ഞങ്ങൾ അതിന് വഴങ്ങില്ല എന്ന് ചൈന പറയുകയാണ്. ചൈന ഇറാനുമായി വ്യാപാരം തുടരുകയോ ചൈനീസ് കമ്പനികൾ ഇറാനിയൻ എണ്ണ വാങ്ങുന്നത് തുടരുകയോ ചെയ്താൽ അമേരിക്കയുടെ ഇറാനെ പൂർണ്ണമായി സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യം പൊളിയും. ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ സൈനിക നടപടി ആരംഭിച്ചപ്പോഴും ചൈന ഇറാന്റെ പരമാധികാരവും സുരക്ഷയും മാനിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. സൈനിക നടപടി അവസാനിപ്പിച്ച് ചർച്ച പുനരാരംഭിക്കണം എന്നും ബീജിംഗ് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, യുദ്ധത്തിന്റെ താൽക്കാലിക ഇടവേളയിൽ ഇറാന് നഷ്ടപ്പെട്ട ആയുധശേഷി തിരിച്ചുപിടിക്കുന്നതിന് റഷ്യ സഹായിക്കുമ്പോൾ സാങ്കേതിക വിവരവിനിമയ മേഖലയിലെ സഹായവും ചൈന അവർക്ക് നൽകി എന്നുള്ള റിപ്പോർട്ടുകൾ ഏകദേശം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചൈനയുടെ ഇപ്പോഴത്തെ നിലപാട് അതുകൊണ്ട് തന്നെ നിർണായകമാണ്. US-ന്റെ ഈ സാമ്പത്തിക ഉപരോധ പ്രഖ്യാപനം പൊളിക്കുന്ന നിലപാടാണ്. ചൈനയുടെ നിലപാടിന് 3 പ്രത്യാഘാതങ്ങൾ തുടർച്ചയായിട്ടുണ്ടാവും. ഒന്ന്, ഇറാനെ പൂർണ്ണമായി സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കൻ ശ്രമം കുഴപ്പത്തിലാകും, അത് സങ്കീർണമാകും. 2, ഇറാന്റെ പ്രധാന എണ്ണ വിപണിയായ ചൈനയുമായി അമേരിക്കക്ക് നേരിട്ട് സമ്മർദ്ദ മത്സരം നടത്തേണ്ടി വരും. 3, ഇറാൻ പ്രശ്നത്തിൽ സൈനിക പരിഹാരത്തിന് പകരം നയതന്ത്രവും ചർച്ചയും ആവശ്യപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര നിലപാട് ബെയ്ജിംഗ് മുന്നോട്ട് വെക്കുന്നു. അത് UN-ലടക്കം ചർച്ചയ്ക്ക് വിധേയമാകും. ചൈന കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡറി സാങ്ഷൻസ് ഉപരോധം എന്ന് പറയുന്ന അതിൻ്റെ ഘട്ടം ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇന്ത്യയാണ്. ഇന്ത്യ മോദി സർക്കാരിനെ പ്രത്യേകിച്ചും ട്രംപിനെയും തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ ഇറാനുമായി സമ്പൂർണ്ണമായും ബന്ധം വേർപെടുത്താവുന്ന അവസ്ഥയല്ല നമുക്ക്. അതുകൊണ്ട് സൂക്ഷ്മമായ ആലോചനകൾ നിലപാടിൽ പ്രതിഫലിക്കും. മാത്രമല്ല, നമ്മൾ മോദി മൈ ഫ്രണ്ട് എന്ന് പറയുമ്പോഴും ട്രംപിനെ പറയുമ്പോഴും നമ്മൾ ഇറാനുമായുള്ള ബന്ധം സമ്പൂർണ്ണമായി വിച്ഛേദിച്ചിട്ടില്ല എന്നത് കൂടാതെ ഏറ്റവും ഒടുവിൽ അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങിലടക്കം നമ്മൾ പങ്കെടുത്തു, ഇന്ത്യ പങ്കെടുത്തു. അതുകൊണ്ട് ഇന്ത്യയുടെ നിലപാട് ഏകദേശം വ്യക്തമാണ്. ഇറാനെ സമ്പൂർണ്ണമായി നമ്മൾ തള്ളിക്കളയില്ല. ഇതുവരെ ഔദ്യോഗികമായി നിലപാട് പറഞ്ഞിട്ടില്ലെങ്കിലും റഷ്യയും ഇറാനൊപ്പം നിൽക്കും എന്നുറപ്പാണ്. പാകിസ്ഥാനും ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം യൂറോപ്യൻ രാജ്യങ്ങൾ പൂർണ്ണമായി അമേരിക്കയുടെ നിലപാടിനെ പിന്തുണയ്ക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. ഉപരോധവും നിയന്ത്രണങ്ങളും അംഗീകരിച്ചാലും അനിയന്ത്രിതമായ ഒറ്റപ്പെടുത്തൽ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഏത് മട്ടിൽ അംഗീകരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ചുരുക്കത്തിൽ യുദ്ധത്തിന് പുറപ്പെട്ട് ട്രംപ് കുരുങ്ങി. പരാജയ സമാനമായ അവസ്ഥയാണ് അമേരിക്കയ്ക്ക്, അതും ഇറാനെ പോലൊരു രാജ്യത്തോട്. സാമ്പത്തിക യുദ്ധവും ഇനി പ്രഖ്യാപിച്ച് പൊളിഞ്ഞു പോകുമോ എന്ന് പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ ഏകദേശം ഒരു ധാരണയിലേക്ക് ആളുകൾ എത്തുകയാണ്. US-ൽ തന്നെ ഇത് സംബന്ധിച്ച് ആശങ്ക ഉള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സ് ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി 24-ന് പ്രഖ്യാപിക്കുമ്പോഴറിയാം ബാക്കി കഥ. കാത്തിരിക്കാം തുടർ അനുരണനങ്ങൾ. നന്ദി, നമസ്കാരം.